തൃപ്പൂണിത്തുറയിലെ 15-കാരൻ മിഹിർ അഹമ്മദിന്റെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കി പോലീസ്. മിഹിർ നേരിട്ടത് അതിക്രൂരമായ മാനസിക ശാരീരിക പീഡനമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളുടെയും സ്കൂൾ പ്രിൻസിപ്പലിന്റെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. സൈഫുനിസ അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. എറണാകുളം തിരുവാണിയൂരിലുള്ള ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു മിഹിർ അഹമ്മദ്. ഇക്കഴിഞ്ഞ 15-ാം തീയതിയാണ് താമസിക്കുന്ന ഫ്ളാറ്റിന്റെ 24ാമത്തെ നിലയിൽ നിന്ന് ചാടി മിഹിർ ആത്മഹത്യ ചെയ്തത്. പിന്നാലെ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ ആരോപണവുമായി മിഹിറിന്റെ കുടുംബം രംഗത്തെത്തുകയായിരുന്നു. ഇക്കഴിഞ്ഞ നവംബർ 4-ാം തീയതിയാണ് മറ്റൊരു സ്കൂളിൽ നിന്ന് TC വാങ്ങി മിഹിർ അഹമ്മദ് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഇവിടുത്തെ ബാസ്കറ്റ്ബോൾ ടീമിൽ അംഗമായി. പിന്നീട് സഹപാഠികളിൽ നിന്നും സീനിയേഴ്സ് വിദ്യാർത്ഥികളിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി എന്നാണ് മിഹിറിന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. നിറത്തിന്റെ പേരിൽ മിഹിറിനെ അപമാനിച്ചു. മിഹിർ മരിച്ചതിന് ശേഷം ഒരു ഫോറം മിഹിറിൻ്റെ പേരിലുണ്ടായി. ഒരു ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായിരുന്നു. പിന്നെ അത് ടു ഡേയ്സിൽ ഡിലീറ്റ് ആവുകയും ചെയ്തത്. അപ്പോൾ അതിലൊരു ചാറ്റ് വായിച്ചപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് സങ്കടം വന്നു. കാരണം ആ ചാറ്റിൽ 2 കുട്ടികൾ പിന്നെ ഇവൻ്റെ സ്കിൻ ടോണിനെ വരെ പിന്നെ അതിൽ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടാണ് ഇവർ ഈ മരണവിവരം അങ്ങോട്ടും പറയുന്നത്. അത് പറയുന്നത് ഒരു ആഘോഷം പോലെയാണ് പറയുന്നത്. ശാരീരികമായും മാനസികമായും മിഹിറിന് ഉപദ്രവമേറ്റു എന്ന് കുടുംബം പറയുന്നു. വാഷ്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റിൽ മുഖം പൂഴ്ത്തിയ ശേഷം ഫ്ലഷ് ചെയ്തു. ക്ലോസറ്റ് നക്കി തുടയ്ക്കാൻ ആവശ്യപ്പെട്ടു. സ്കൂൾ ബസിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. മിഹിർ അഹമ്മദിനെതിരെ റാഗിംഗ് ഒന്നും നടന്നിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. മിഹിറിന്റെ കുടുംബം ഇതുവരെ റാഗിംഗ് സംബന്ധിച്ച് ഒരു പരാതിയും സ്കൂളിന് നൽകിയിട്ടില്ല. സ്കൂൾ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റി ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്തിരുന്നു. കുട്ടികളുടെ അടക്കം മൊഴിയെടുത്തതിൽ നിന്ന് റാഗിംഗ് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നാണ് സ്കൂൾ അധികൃതർ ഇപ്പോഴും പറയുന്നത്. അതൊക്കെ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാലല്ല പറയുന്നത്. ഞങ്ങൾക്ക് ക്ലിയർ ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ബാക്കി ഇനി ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമാണ് അത് പുറത്തു ചെയ്യേണ്ടത്. സ്കൂളിൽ നിന്ന് പോയി അടുത്ത മണിക്കൂറിലാണ് മിഹിർ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സ്കൂൾ അധികൃതരുടെയും സഹപാഠികളുടെയും ആരോപണ വിധേയരായ കുട്ടികളുടെയും മൊഴിയെടുത്തു. കൂടുതൽ അന്വേഷണവും പുരോഗമിക്കുകയാണ്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കും എന്നാണ് ഗ്ലോബൽ പബ്ലിക് ഇന്റർനാഷണൽ സ്കൂളിന്റെ നിലപാട്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ സൈഫുനിസ അലിയാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കുട്ടികൾക്ക് പറഞ്ഞും കൊടുക്കണം.